അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സമയം വളരെ വിലയേറിയതാണ്. കാരണം ഇത് ഷഹബാൻ മാസമാണ്. റമദാൻ മാസം വരാൻ മുമ്പ് അല്ലാഹു തആല നമ്മൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പും ഒരു തയ്യാറെടുപ്പും ഒരു അവസരവും ആണ് ഷഹബാൻ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഷഹബാൻ എന്നത് ആളുകൾ മറന്നു പോകുന്ന ഒരു മാസമാണ്. പക്ഷേ ആ സമയത്ത് ഈ മാസത്തിലാണ് നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹബാൻ മാസത്തിൽ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഈ ഷഹബാൻ മാസത്തിൽ അധികവും നോമ്പ് നോറ്റിരുന്നു. നമ്മളെക്കൊണ്ട് ഒരുപാടൊന്നും പറ്റിയില്ലെങ്കിൽ കുറച്ചൊക്കെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കണം. ഒരുപാട് വലിയ ചെയ്യുന്നത് പോലെ ഞങ്ങളെക്കൊണ്ട് പറ്റും ചെറിയ ചെറിയ ദിക്റുകളും അമലുകളും ഒക്കെ ഉണ്ട് ഈ ഷഹബാൻ മാസത്തിൽ. അത് നമ്മൾക്ക് പഠിക്കാം. ഷഹബാൻ മാസം റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കണം. നമസ്കാരം അല്ലാഹുവിലേക്ക് അടുത്തിരിക്കുവാനുള്ള ഒരു വഴിയാണ് നമസ്കാരം. ഒരു കാരണവശാലും ഫർദ് നമസ്കാരം വിട്ടുപോകരുത്. സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. രാത്രിയിലെ നമസ്കാരങ്ങൾ കൂടുതലും അധികരിപ്പിക്കുക. അതുപോലെ ഖുർആൻ ഓതുന്നത് ഹൃദയത്തിൻ്റെ മരുന്നാണ്. ഷഹബാൻ മാസം ഖുർആനുമായി വീണ്ടും ബന്ധം കൂട്ടാനുള്ള മാസമാണ്. ഓതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക. അർത്ഥം അറിയില്ലെങ്കിൽ ഒരു ആയത്താണെങ്കിലും ചിന്തിച്ച് വായിക്കുക. ഖുർആൻ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ഷഹബാൻ മാസം നമ്മളെ പഠിപ്പിക്കുന്നത് നാവിനെ അല്ലാഹുവിൻ്റെ ഓർമ്മയിൽ നിറയ്ക്കാനാണ്. വലിയ കാര്യങ്ങളൊന്നും വേണ്ട, കുറച്ച് നമുക്കറിയാവുന്ന ദിക്റുകളും സലവാത്തുകളും മാത്രമാണ്. എല്ലായ്പ്പോഴും പറയാവുന്ന ദിക്റിന് അസ്തഗ്ഫിറുല്ലാഹ്. ദിവസവും നമുക്ക് കഴിയുന്ന തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി പല തവണയായി ചൊല്ലു. തെറ്റുകൾ ഉണ്ടെന്ന് തോന്നുമ്പോഴും മനഃഭാരമുള്ളപ്പോഴും കൂടി ഒരു അസ്തഗ്ഫിറുല്ലാഹ് ഓതുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടുന്നു. നമ്മുടെ ഹൃദയം ശാന്തമാക്കുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ സ്തുതിച്ച് എല്ലാ കുറവുകളിൽ നിന്നും അവനെ ശുദ്ധനാക്കുന്ന വാക്ക്. അല്ലാഹുവിന് നന്ദി പറയുന്ന ദിക്റാണ് അൽഹംദുലില്ലാഹ്. സുഖത്തിലും ദുഃഖത്തിലും ഈ വാക്ക് മതി നമ്മുടെ ശക്തി പകരം. നമുക്ക് ശക്തി നൽകുന്ന മറ്റൊരു ദിക്റാണ് അല്ലാഹു അക്ബർ. പ്രശ്നങ്ങൾ വലുതായി തോന്നുമ്പോൾ ഈ ദിക്ർ ചൊല്ലു. അല്ലാഹു എല്ലാത്തിനേക്കാളും വലുതാണ്. ഈമാൻ പുതുക്കുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ വാക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹം കൂടുന്ന സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഈ സ്വലാത്ത് ചൊല്ലുന്തോറും നാം ഓരോ തവണ ജീവിതത്തിൽ ബർക്കത്ത് വന്നു ചേരും. ഈ ചെറിയ ചെറിയ ദിക്റുകളും സ്വലാത്തുകളും ചെല്ലുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ട ദിക്ർ അതിന് പ്രത്യേക സമയവും ഒന്നും വേണ്ട. വണ്ടിയിൽ പോകുമ്പോഴും വീട്ടുപണിക്കിടയിൽ ഉറങ്ങുന്ന മുമ്പും പറയാം. എപ്പോഴും വേണമെങ്കിലും നമുക്ക് ചൊല്ലിക്കൊണ്ട് നടക്കാവുന്ന ദിക്റുകളും സ്വലാത്തുകളുമാണ്. ഈ ദുആ എപ്പോഴും നമ്മുടെ മനസ്സിലും നാവിലും ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. ഈ ഷഹബാൻ മാസം അല്ലാഹുവേ, ഈ ഷഹബാൻ മാസം ഞങ്ങൾക്ക് നഷ്ടമാക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ, ഹൃദയങ്ങൾ ശുദ്ധീകരിക്കണമേ. റമദാൻ മാസം ആരോഗ്യത്തോടെ ഈമാനോടെ എത്തിച്ചേരാൻ ഞങ്ങളെ യോഗ്യമാക്കണമേ. പ്രിയപ്പെട്ടവരെ, വലിയ അമലുകൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ചെറിയ അമലുകൾ വിട്ടുപോകരുത്. അല്ലാഹു നോക്കുന്നത് അളവല്ല, നമ്മുടെ മനസ്സാണ്. ഈ ഷഹബാൻ മാസം ഞങ്ങൾക്കും നിങ്ങൾക്കും മാറ്റത്തിൻ്റെ തുടക്കം ആവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.